ഇടത്തോട്ടും വലത്തോട്ടും കാണുന്ന വഴികളുടെ നടുക്കായി വണ്ടി നിർത്തിക്കൊണ്ട് അർജുൻ ത്രിലോകിനോട് ചോദിച്ചു, ലെഫ്റ്റ് ഓർ റൈറ്റ്? അതുവരെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ത്രിലോക് മൊബൈലിൽ നിന്നും ദൃഷ്ടി മാറ്റാതെ ശിവയോടായി ചോദിച്ചു, നിനക്ക് വഴി അറിയില്ലേ? എടാ, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ ഇതുവരെ എത്തിയത്. ഒരു വളിച്ച ചിരിയാലെ ശിവ ത്രിലോകിനോടായി പറഞ്ഞു. ത്രിലോക് ശിവയുടെ മുഖത്തേക്കൊന്ന് നോക്കി ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖമാകെ ചുവന്നിരുന്നു. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? വഴി എനിക്കറിയില്ലല്ലോ. പറയടാ, ഏത് വഴിക്കാ പോകേണ്ടത്? ശിവ വീണ്ടും ത്രിലോകിനോട് ചോദിച്ചു. ത്രിലോക് മുന്നിൽ കാണുന്ന രണ്ട് വഴിയിലേക്കും മാറി മാറി നോക്കി. പിന്നീട് പറഞ്ഞു, റൈറ്റ് എടുക്ക്. ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശിവ ആഞ്ഞു ശ്വാസം വിട്ട് റൈറ്റിലേക്ക് കാർ തിരിച്ചു. ഓട്ടോയിൽ ജീവൻ കൈപ്പിടിച്ചാണ് ശ്രുതിയും മുത്തശ്ശിയും ഇരുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്നായി. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ ചേട്ടൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ശ്രുതി കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു മരം കടപുഴകി വീണത്. ഓട്ടോക്കാരൻ ബ്രേക്ക് ചവിട്ടിയെങ്കിലും അയാൾക്ക് ഓട്ടോയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഓട്ടോ കുത്തനെ ഒന്ന് ഉയർന്ന് പിന്നീട് മലക്കം മറിഞ്ഞ് റോഡിലേക്ക് നിലം പതിച്ചു. അധികം ജനസഞ്ചാരമില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ ആളുകൾ ദൂരെ നിന്നുമാണ് ഈ കാഴ്ച കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടി ഓട്ടോറിക്ഷയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരുടെയും ബോധവും മറഞ്ഞിരുന്നു. ശ്രുതിയുടെ ബോധം മറയുന്ന സമയത്തും അവൾ കണ്ടിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും. ഹോൺ അടിച്ചുകൊണ്ട് ശിവ കാർ മുന്നോട്ട് എടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരാൾക്കൂട്ടം മരം കടപുഴകി വീണതും അവൻ കാണുന്നത്. മുന്നിലെ കാഴ്ച കണ്ട് ത്രിലോകിനാകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ ശിവയെ ഒന്ന് നോക്കി. അതിന് നീ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? നിന്റെ നോട്ട കണ്ടാൽ ഞാനാണ് മരം മുറിച്ചിവിടെ ഇട്ടതെന്ന് തോന്നുമല്ലോ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാൻ നോക്കാം. നമ്മുടെ ഈ യാത്ര എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഓ ഗോഡ്, ഏത് നേരത്താണോ നിന്നെയും കൂട്ടി കാറി വരാൻ എനിക്ക് തോന്നിയത്? അവൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് സ്വയം പറഞ്ഞു. ഇതുകേട്ട് ശിവ സ്വയം പല്ലുകടിച്ച് മുഖം വെട്ടിച്ച് മറു സൈഡിലേക്ക് നോക്കിയതും കാണുന്നത് ഗ്ലാസ്സിൽ ആരോ തട്ടുന്നതാണ്. ശിവ വേഗം കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയതും അയാൾ അവനോട് പറഞ്ഞു, അതെ സാറേ, വണ്ടി മുന്നോട്ട് പോകില്ല. മരം കടപുഴകി വീണതാ. അതിനോടൊപ്പം ഒരു ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാർ വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ശിവയ്ക്കും ത്രിലോകിനും മനസ്സിലായി. ശരിയേട്ടാ, താങ്ക്സ്. അതും പറഞ്ഞവൻ കാർ പുറകോട്ട് എടുക്കുവാൻ പോയതും കുറച്ചു പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ എടുത്ത് തങ്ങളുടെ കാറിന് നേർക്ക് കൊണ്ടുവരുന്നത് അവൻ ശ്രദ്ധിച്ചത്. അതെ സാറേ, ഈ കുട്ടി ഒന്ന് ആശുപത്രി എത്തിക്കാമോ? ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, അത് ഇതുവരെ എത്തിയിട്ടില്ല. ഈ കുട്ടി ഇടയ്ക്ക് കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആംബുലൻസ് എത്താൻ ഇനിയും നേരം വൈകും. മറ്റുള്ളവരെയും വേറെ വണ്ടിയിലായി കൊണ്ടുപോയിട്ടുണ്ട്, ഒന്ന് സഹായിക്കണം സാറേ. അപ്പോഴാണ് കുറച്ച് നാട്ടുകാരെ കയ്യിൽ തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ശിവ ശ്രദ്ധിക്കുന്നത്. മുഖമാകെ രക്തത്തിൽ കുളിച്ചതിനാൽ മുഖം വ്യക്തമല്ലായിരുന്നു. എങ്കിലും എന്തുകൊണ്ടോ ശിവയ്ക്ക് അവരോട് എതിർത്ത് പറയാൻ തോന്നിയില്ല. ശിവയൊന്ന് ത്രിലോകിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ശിവയെ കൊല്ലുവാൻ എന്നതുപോലെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. പക്ഷേ അത് പാടെ അവഗണിച്ചുകൊണ്ട് അവൻ പുറകിലെ ഡോർ ആ മഴ കൊണ്ട് നിൽക്കുന്നവർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, വേഗം കയറി. നാട്ടുകാരിൽ ഒന്ന് രണ്ടു പേരും അവരുടെ കൂടെ കയറിയിരുന്നു. ത്രിലോകിന് പുറകോട്ട് നോക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവൻ. പിന്നീട് രണ്ടും കൽപ്പിച്ചവൻ പുറകോട്ട് നോക്കിയതും കണ്ടു. മുഖമെല്ലാം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി. ഒരു നോട്ടം അവൻ നോക്കിയേയുള്ളൂ. പിന്നീട് നോക്കുവാൻ അവന് തോന്നിയില്ല. ശിവ മാക്സിമം സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. സ്ട്രെച്ചർ കൊണ്ടുവന്നതും ശിവയും കൂടി സഹായിച്ച് ശ്രുതിയെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറി. നിന്റെ സേവനം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം, ഇപ്പോൾ തന്നെ നേരം വൈകി. യാതൊരു ഭാവഭേദവുമില്ലാതെ തന്റെ മുഖത്ത് നോക്കി പറയുന്ന ത്രിലോകിന്റെ വർത്തമാനം കേട്ട് ശിവയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ത്രിലോകിന്റെ സ്വഭാവം തികച്ചും അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവ ഒന്നും മിണ്ടിയില്ല. ശരി, പോകാം. രണ്ടുപേരും പിന്തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോഴാണ് സിസ്റ്റർ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ വന്ന കുട്ടിയുടെ കൂടെയുള്ളവർ ആരാണ്? ത്രിലോക് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ തങ്ങളുടെ കൂടെ കാറിൽ ഉണ്ടായിരുന്നവരെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചുറ്റുപാടും നോക്കിയതും അവർക്ക് മനസ്സിലായി അവർ മുങ്ങിയെന്ന്. കേട്ടില്ലേ, നേരത്തെ കൊണ്ടുവന്ന ആക്സിഡന്റ് കേസിന്റെ കൂടെയുള്ളവർ ആരാണെന്ന്? എന്തോ ഒരു ഉൾപ്രേരണ ശിവ പറഞ്ഞു, ഞങ്ങളാണെന്ന്. സിസ്റ്റർ നൽകിയ പ്രിസ്ക്രിപ്ഷൻ പിടിച്ച് ശിവ നേരെ ത്രിലോകിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇതാ കാറിന്റെ ചാവി. മീറ്റിങ്ങിന് ആരെങ്കിലും ഒരാൾ എത്തിയാൽ പോരെ? എന്തായാലും ഞാൻ ഇവിടെ നിൽക്കട്ടെ. അതൊരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. കൂടെ ആരുമില്ല. വേണ്ടപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വരാം. അല്ലെങ്കിൽ ആക്സിഡന്റ് കേസാണല്ലോ, പോലീസുകാർ വരുമല്ലോ. അതുവരെ ഞാനിവിടെ നിൽക്കട്ടെ. ശിവ അത്രയും പറഞ്ഞതും ത്രിലോക് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നീ എന്താ ഒന്നും ഇടാതെ നിൽക്കുന്നത്? നീ ഇല്ലാതെ ഞാൻ എന്തായാലും പോകില്ല. പിന്നെ മീറ്റിംഗ് അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു. പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഡ്യൂ ടു ഇൻക്ലിമെന്റ് വെതർ. ഓ താങ്ക് ഗോഡ്. എന്നാൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി മെഡിസിൻ വാങ്ങി വരാം. അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ശിവ അങ്ങനെ പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ ത്രിലോക് സമ്മതിച്ചു. ആക്സിഡന്റ് കേസിൽ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കൂടെയുള്ളവർ ആരാണ് വീട് നഴ്സ് വന്ന് ചോദിച്ചതും ത്രിലോക് ആ നഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. അതെ, ആ കുട്ടിക്ക് നെറ്റി സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ കൈക്ക് ഫ്രാക്ചറും ഉണ്ട്.
ഇപ്പോൾ റൂമിലേക്ക് മാറ്റുവാൻ പോവുകയാണ്. കൂടെ വന്നോളൂ. അതും പറഞ്ഞ് നഴ്സ് വീണ്ടും കാഷ്വാലിറ്റിയിലേക്ക് കയറിപ്പോയി. അല്പസമയം കഴിഞ്ഞതും സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ട് വരുന്ന പെൺകുട്ടിയെ അപ്പോഴാണ് ത്രിലോക് ശ്രദ്ധിക്കുന്നത്. ഒരു നിമിഷം അവളുടെ മുഖം കണ്ടതും അവൻ ഞെട്ടിത്തരിച്ചു പോയി. അറിയാതെ തന്നെ അവന്റെ കാലുകൾ ശ്രുതിയെ കൊണ്ടുപോകുന്ന സ്ട്രെച്ചറിന്റെ കൂടെ തന്നെ നടന്നു തുടങ്ങി. ഈ സമയം കണ്ണിമ വെട്ടാതെ ത്രിലോക് ശ്രുതിയെ തന്നെ നോക്കി ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. ത്രിലോക് ശ്രുതിയെ റൂമിലേക്ക് മാറ്റിയ കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞത് പ്രകാരം ശിവ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് റൂമിന്റെ അറ്റത്തായിരുന്നു കൊണ്ട് ഫോണിൽ എന്തോ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ത്രിലോകിനെയാണ്. ശ്രുതിയെ നോക്കിയപ്പോൾ അവൾ നല്ല മയക്കത്തിലാണ്. ഡാ ത്രിലോക്, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താടാ കാര്യം? ഫോണിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ തന്നെ ത്രിലോക് ശിവയോടായി ചോദിച്ചു. അത് പിന്നെ ആ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു എന്നാ കേട്ടത്. പിന്നെ ഓട്ടോക്കാരൻ, അയാൾ ഇപ്പോൾ ICUവിലാണ്. ഒന്നും പറയാറായിട്ടില്ല എന്നാ അറിഞ്ഞത്. ഇരുവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു പൊട്ടിക്കരച്ച് കേട്ടത്. രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നോക്കിയതും കണ്ടു വിങ്ങിപ്പൊട്ടി കരയുന്ന ശ്രുതിയെ. കൈക്ക് കെട്ടും നെറ്റിയിൽ വലിയ കെട്ടുമായി കിടന്ന് പൊട്ടിക്കരയുന്നവളെ കണ്ടതും ത്രിലോകിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അവൻ അവളെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്നെ നോക്കി നിന്നു. പക്ഷെ ശിവ തന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അവിടെയുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് ശ്രുതിയുടെ അടുക്കളയിൽ നടന്ന് ചെന്നുകൊണ്ട് അവളോടായി പറഞ്ഞു. കുട്ടി, ഈ അവസ്ഥയിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാം സഹിക്കാൻ കുട്ടിക്ക് ദൈവം മനക്കരുത്ത് നൽകട്ടെ. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്പർ തന്നാൽ ഞാൻ വിളിച്ചു പറയാം. ശ്രുതി അപ്പോഴും വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു. അച്ഛനും മുത്തശ്ശിയും തന്നെ അനാഥയാക്കി പോയി എന്നുള്ള വാർത്ത അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നിമിഷം ശ്രുതിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ശിവ ചോദിക്കുന്നതൊന്നും അവൾ വ്യക്തമായി കേട്ടില്ലായിരുന്നു. ശിവയെ നോക്കിക്കൊണ്ട് തന്നെ അവൾ കണ്ണുകളടച്ച് വീണ്ടും മയങ്ങിപ്പോയി. ശ്രുതിയുടെ അവസ്ഥ കണ്ടതും പേടിച്ചു പോയ ശിവ ഓടിച്ചെന്ന് സിസ്റ്ററെയും ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ശിവയോടായി പറഞ്ഞു, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കൂടെയുള്ളവർ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴുള്ള ഷോക്കാണ്. എന്തായാലും ഒന്ന് മയങ്ങട്ടെ. ചിലപ്പോൾ അല്പസമയം കഴിഞ്ഞാൽ ഉണർന്നോളും. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശിവയുടെ ഷോൾഡറിലായി തട്ടുകൊണ്ട് പറഞ്ഞ് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നേരെ ഇരുട്ടി വരുന്നു. ത്രിലോകിനോട് എന്തിനി പറയുമെന്ന് ആലോചിച്ച് ശിവയ്ക്കാകെ ഭ്രാന്ത് വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു അനാഥയായ പെൺകുട്ടി ഇവിടെ തനിച്ചാക്കി പോകുന്നതിന് അവന് താല്പര്യമില്ലായിരുന്നു. എന്തും വരട്ടെ എന്ന് കരുതി ശിവ ത്രിലോകിനോടായി പറഞ്ഞു. എടാ ത്രിലോക്, നീ വേണമെങ്കിൽ പൊയ്ക്കോ. ഈ കുട്ടി ഇവിടെ തനിച്ചല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. ഇതിന് തനിച്ചാക്കി പോകാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ലടാ. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും സത്യത്തെ ശിവയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യമല്ല, ഒരു പരിഭവം. തന്റെ ത്രിലോകിനോട് ഒരിക്കലും പിണങ്ങാനാവില്ല എന്ന കാര്യം പുഞ്ചിരിയാലെ ശിവ ഓർത്തു. എടാ, നീ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇന്ന് പോകുന്നില്ല, ഇവിടെ നിൽക്കും. ഒരു നിമിഷം ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശിവയാകെ അന്താളിച്ചു പോയി. പിന്നീട് പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ശ്രുതിയുടെ അടുത്തായി ഒരു ചെയർ വലിച്ചിട്ട് അവിടെ ഇരുന്നു. ഇരുന്നും നടന്നും എല്ലാം രണ്ടുപേരും നേരം വെളുപ്പിച്ചു. സെഡേഷൻ കൊടുത്തതിനാൽ ശ്രുതി ഇപ്പോഴും നല്ല മയക്കത്തിൽ തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോൾ ആദ്യം കണ്ണു തുറന്നത് ശ്രുതിയായിരുന്നു. തന്റെ മുന്നിലിരിക്കുന്നവനെ കണ്ട് അവൾ ആദ്യം ഒന്ന് അന്താളിച്ചു. പിന്നെ ശിവയെ ഒന്നും കൂടെ നോക്കിക്കൊണ്ട് അവൾ തന്റെ കണ്ണുകൾ വീണ്ടും അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടുപിറകെ ആരോ ഒരാൾ ഇരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. പതിയെ തല ഉയർത്തി നോക്കിയ ശ്രുതി മുന്നിലിരിക്കുന്ന വ്യക്തിയെ കണ്ട് ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. അവൾക്ക് തന്റെ കണ്ണുകൾ കാണുന്ന കാഴ്ച സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും അറിയാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലായിരുന്നു അവൾ. ഈ സമയത്ത് ശിവ പതിയെ കണ്ണുകൾ തുറന്നത്. മുന്നിൽ വല്ലാത്ത ഭാവത്തോടെ എങ്ങോട്ടോ നോക്കി കിടക്കുന്ന ശ്രുതിയെ കണ്ടതും ശിവ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. കുട്ടി ഉണർന്നു. ഞാനെന്നാ നഴ്സിനെ വിളിക്കട്ടെ? ശിവ വേഗം അവിടെയുള്ള ലാൻഡ് ലൈനിൽ നിന്നും നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവൾക്ക് ബോധം വന്ന കാര്യം പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും നഴ്സ് വന്നു. അവരെ കണ്ടതും ത്രിലോകും ശിവയും പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകുന്നതിന് മുന്നേ ശിവ സിസ്റ്ററിനോട് താൻ വാങ്ങിവെച്ച ഡ്രസ്സ് നൽകി അവളെ ഫ്രഷ് ആക്കുവാനും ഭക്ഷണം നൽകുവാനും പറഞ്ഞേൽപ്പിച്ചു. അല്പസമയം കഴിഞ്ഞതും ഇരുവനും റൂമിലേക്ക് വരുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോക്കൂ കുട്ടി, മുത്തശ്ശിയുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തണ്ടേ? കുട്ടിയല്ലാതെ വേറെ ആരുമില്ലേ നിങ്ങളുടെ ഫാമിലിയിൽ? ശിവയുടെ ചോദ്യത്തിന് വികാരമായി അവൾ ഇല്ല എന്ന് തലയാട്ടി. പിന്നെ മറ്റൊന്നും ശിവയ്ക്ക് ചോദിക്കാനില്ലായിരുന്നു. ഡോക്ടറുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി അവർ ശ്രുതിയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മരണാനന്തര ചടങ്ങുകൾക്ക് എല്ലാം ശിവ തന്നെ മുന്നിട്ട് നിന്നു. ശ്മശാനത്തിൽ ഇരു ചിതകൾക്കും തീ കൊളുത്തിയത് ശ്രുതി തന്നെയായിരുന്നു. യാന്ത്രികമായിട്ടാണ് ശിവ എല്ലാ ചടങ്ങുകളും ചെയ്തത്. വല്ലാത്തൊരു മരവിച്ച അവസ്ഥ. ശിവ പതിയെ ശ്രുതിയെ തന്റെ കാറിനടുത്തായി നിർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. മോളെ, ഇനി നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? വീട്ടിലേക്ക് പോകുവാനാണോ? നീ തനിച്ചവിടെ എങ്ങനെ? ഒരു ഏട്ടന്റെ വ്യാകുലതയോടെ ശിവ ശ്രുതിയോടായി ചോദിച്ചു. എന്നെ വീട്ടിലേക്കാക്കി തരുമോ ഏട്ടാ? ഞാൻ അവിടെ കഴിഞ്ഞോളാം. ഒരു നിർവികാരതയോടെ ശ്രുതി ശിവയോടായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, നിന്റെ ഇഷ്ടം. പിന്നെ ഇതെന്റെ കാർഡാണ്. ഏട്ട എന്ന നിലയ്ക്ക് നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോൾ വിളിക്കാതിരിക്കരുത്. എനിക്കൊരിക്കലും അതൊരു ബുദ്ധിമുട്ടാകില്ല. അതിനവൾ തന്റെ നിറകണ്ണുകൾ ഉയർത്തി ശിവയെ ഒന്ന് നോക്കു മാത്രം ചെയ്തു. മോൾ ഇവിടെ നിൽക്ക്. ഏട്ട ഈ പണമൊന്ന് അവർക്ക് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് വരാം. ആർത്തിരമ്പുന്ന മഴയിലേക്ക് കുടയും ചൂടിക്കൊണ്ട് ശിവ വേഗം ശ്മശാനത്തിലേക്ക് നടന്നടഞ്ഞു. പെട്ടെന്നാണ് ശ്രുതിയെ ആരോ പിടിച്ചു വലിച്ച് കാറിന്റെ പിറകിലേക്ക് നീക്കി നിർത്തിയത്. ഒരു നിമിഷം അവൾ പേടിച്ച് വിറച്ചുപോയി.
താഴേക്കാണ് നോക്കി നിൽക്കുന്നതെങ്കിലും മുന്നിൽ നിൽക്കുന്നവന്റെ പെർഫ്യൂമിന്റെ ഗന്ധത്തിൽ നിന്നും അവൾക്കത് ആരാണെന്ന് മനസ്സിലായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ അവൾക്ക് ഭയം തോന്നി. മുഖത്തേക്ക് നോക്കടി. അവന്റെ അലർച്ചയിൽ അവൾ അറിയാതെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. നീ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഞങ്ങളുടെ കൂടെ വരും. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഇനി ഈ രാക്ഷസനിൽ നിന്ന് നിനക്കൊരു തിരിച്ചുപോക്കുണ്ടാകില്ല. കേട്ടോടി ഭാര്യയെ. കൂടെ ചൂടിയിട്ടുണ്ടെങ്കിലും ആ പെരുമഴയിലും ഇരുവരും നനഞ്ഞിരുന്നു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണതയിൽ താൻ ഉരുകിപ്പോകുമോ എന്ന് പോലും ശ്രുതി ഒരു നിമിഷം കരുതിപ്പോയി. അവന്റെ ഭാര്യ എന്ന വിളി അവളുടെ കാതിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ദീർഘദൂരമുള്ള ഒരു യാത്രയായിരുന്നു അത്. പിറകിലെ സീറ്റിൽ ഡോറിനോട് ചേർന്ന് കണ്ണടച്ച് ചാരിയിരിക്കുകയാണ് ശ്രുതി. ഇടതടവില്ലാതെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ശബ്ദം മാത്രം പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ശിവ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇത് പലപ്പോഴും ത്രിലോകെ അസ്വസ്ഥത ജനിപ്പിച്ചു. ദൂരെ റോഡിലേക്ക് കാണുന്ന ചെറിയൊരു ചായക്കട കണ്ടതും ത്രിലോക വണ്ടി സൈഡാക്കാൻ വേണ്ടി പറഞ്ഞു. വണ്ടി ഒന്ന് നിന്നതും ശ്രുതി പതിയെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ശിവ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മോളെ, ഇനിയും പോകുവാനുണ്ട്, നമുക്കൊരു ചായ കുടിക്കാം, അതിനുവേണ്ടി വണ്ടി നിർത്തിയതാ. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് ശ്രുതി എന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മഴ അല്പം തോർന്നിട്ടുണ്ട്, എങ്കിലും ആകാശത്ത് കാറും കോളും ഇരുണ്ടു വരുന്നുണ്ട്. ശിവ ചായക്കടയിലുള്ള ചേട്ടനോട് 3 ചായക്കുള്ള ഓർഡർ നൽകി പുറത്തു തന്നെ വെയിറ്റ് ചെയ്തു. ശിവയുടെ മനസ്സിൽ ശ്രുതിക്കുള്ള സ്ഥാനം എന്താണെന്നറിയാതെ ത്രിലോകിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു. പക്ഷെ നേരിട്ട് ചോദിച്ചാൽ ശിവയ്ക്ക് വല്ല സംശയവും തോന്നുമോ എന്ന് കരുതി അവൻ പതിയെ ശിവയോട് ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? കുറെ നേരമായാലോ ആ പെണ്ണിനെ മോളെന്നൊക്കെ വിളിക്കുന്നു. അത് പിന്നെ കണ്ടിട്ട് പാവം തോന്നുന്നു. എനക്കറിയാലോടാ നമ്മുടെ ശ്രാവണിയെ. അതുകൊണ്ട് തന്നെ അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞനുജത്തെ പോലെ തോന്നി. ശിവ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് തന്നെ ത്രിലോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനവൻ ഗൗരവത്തിലൊന്നും മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അല്ല, നീ ഇപ്പോൾ എന്താ അത് ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ത്രിലോക് അലസമായി മറുപടി പറഞ്ഞു. ശിവ ഒരു ചൂട് ചായ ശ്രുതിക്ക് നേരെ നീട്ടി. ആദ്യം നിരസിച്ചെങ്കിലും അവന്റെ നിർബന്ധത്തിൽ അവൾ അത് വാങ്ങിക്കുടിച്ചു. ചൂടായ ചായ ശ്രുതി ഊതി കുടിക്കുന്നത് ത്രിലോക് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതാരും കണ്ടില്ല എന്ന് മാത്രം. പെട്ടെന്നാണ് അന്തരീക്ഷം ഇരുണ്ടു മൂടിയത്. ശക്തമായ കാറ്റടിച്ചതും മഴ പെയ്യാനുള്ള സാധ്യത കണ്ട് ശിവ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി കടക്കാരന് പൈസയും കൊടുത്ത് വേഗം കാറിലേക്ക് കയറി. കാറിലേക്ക് കയറിയതും മഴ പെയ്തതും ഒരുമിച്ചായിരുന്നു. അതിശക്തമായ മഴയായതുകൊണ്ട് തന്നെ പതിയാണ് ശിവ വണ്ടി ഓടിച്ചത്. കാറിന്റെ ഗ്ലാസ്സിലായി വീഴുന്ന മഴത്തുള്ളികളെ ഒരു നിർജീവമായി നോക്കി അങ്ങനെ ഇരുന്നു ശ്രുതി. ഏകദേശം രാത്രിയായപ്പോഴാണ് അവർ കോവിലകത്ത് തിരിച്ചെത്തിയത്. 8 മണിയോടെ അടുത്തിരുന്നു സമയം. അതുകൊണ്ട് തന്നെ ഹാളിൽ എല്ലാവരും ഇരുന്ന് സംസാരത്തിലായിരുന്നു. ഈ സമയമാണ് ശ്രാവണി ശിവയുടെ കാറിന്റെ ശബ്ദം കേട്ടത്. ഹായ്, വല്യേട്ടനും കുഞ്ഞേട്ടനും വന്നെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് തന്റെ ഉടുത്തിരുന്ന പാവാടയും പൊക്കിപ്പിടിച്ച് ഉമ്മറത്തേക്ക് ഓടിച്ചെന്ന ശ്രാവണി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് തറഞ്ഞു നിന്ന് പോയി. അപ്പോൾ തന്നെ അവൾ തിരിഞ്ഞകത്തേക്ക് തന്നെ ഓടി. ശ്രാവണിയുടെ വരവും ഓട്ടവും കണ്ടതും ശിവയും ത്രിലോകും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഒരു നിമിഷം കഴിഞ്ഞതും മുഖത്ത് പരിഭ്രാന്തിയോടുകൂടി വീടിനകത്തുള്ള എല്ലാവരും പുറത്തേക്ക് വന്നു. ശ്രുതിയുടെ വലവും ഇടവുമായി നിൽക്കുന്ന ശിവയെയും ത്രിലോകിനെയും കണ്ട് അവർ മാറി മാറി നോക്കി. ആരെയും നോക്കാൻ ധൈര്യമില്ലാതെ താഴോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി. ശ്രുതിയുടെ കയ്യിലെയും നെറ്റിയിലെയും കെട്ടുകൾ കണ്ടപ്പോൾ മുത്തശ്ശിക്കെന്തോ സഹതാപം തോന്നി ആ നിൽക്കുന്ന പെൺകുട്ടിയോട്. അവരൽപ്പം മുന്നോട്ട് നിന്നുകൊണ്ട് ശിവയോട് ചോദിച്ചു. ശിവുട്ട, ആരാ ഈ പെൺകുട്ടി? അത് പിന്നെ മുത്തശ്ശി, ഞങ്ങളുടെ കാറൊന്ന് ഈ കുട്ടിയെ ഇടിച്ചു. അങ്ങനെ പറ്റിയ പരിക്കുകളാണിതെല്ലാം. പിന്നെ ഈ കുട്ടിക്ക് ആരുമില്ല. അച്ഛനും മുത്തശ്ശിയും മരിച്ചുപോയി. എന്തോ എനിക്കിവളെ തനിച്ചവിടെ നിർത്തുവാൻ തോന്നിയില്ല. അതാ ഇങ്ങോട്ട് കൂട്ടിയത്. പറ്റുമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി നൽകി നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. ശിവ മുത്തശ്ശിയുടെ അടുക്കലേക്ക് ഒന്നുകൂടി നിന്നുകൊണ്ട് അവരോടായി പറഞ്ഞു. പാവാ മുത്തശ്ശി, ആരുമില്ല, അനാഥയാ, ഇവിടെ നിന്നോട്ടെ. എന്താണ് ത്രിലോക്, നിന്റെ അഭിപ്രായം? മുത്തശ്ശി അങ്ങനെ ചോദിച്ചതും ത്രിലോക് മുത്തശ്ശിയോട് പറഞ്ഞു. ഇവിടെ നിൽക്കട്ടെ മുത്തശ്ശി, ബാക്കിയൊക്കെ പിന്നെ. അത്രയും പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ കാറ്റുപോലെ ത്രിലോക് മുകളിലേക്ക് കയറിപ്പോയി. മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ശ്രാവണിയോടെ പറഞ്ഞു. മോളെ, ആ കുട്ടിയെ അകത്തേക്ക് വിളിക്കൂ. കേൾക്കേണ്ട താമസം ശ്രാവണി ചെന്ന് ശ്രുതിയെ പതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്നതിന് മുന്നേ ശ്രാവണി ശിവയെ ഒന്ന് കൂർപ്പിച്ച് നോക്കുവാനും മറന്നില്ല. ഇത് കണ്ട ശിവ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പൊടി, നീ പോടാ ചേട്ടാ. ഡി അയ്യോ. അപ്പോഴേക്കും ശ്രാവണി ശ്രുതിയും കൊണ്ട് അകത്തേക്ക് എത്തിയിരുന്നു. റൂമിലെത്തിയ ത്രിലോക് നേരെ ബാത്റൂമിലേക്കായിരുന്നു പോയത്. ഹീറ്റർ ഓൺ ചെയ്ത് ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവന്റെ ദൃഢമായ ശരീരത്തിൽ നിന്നും നീരാവി പറക്കുന്നുണ്ടായിരുന്നു. കൈകൾ രണ്ടും ചുമരിനോട് ചേർത്ത് നിർത്തിയതുകൊണ്ട് തന്നെ ശരീരത്തിലെ മസിലുകളെല്ലാം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. വെള്ളം തലയിൽ വീഴുമ്പോഴും അവന്റെ ചിന്തകൾ പലതുമായിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ആ ദിവസമാണ് അവന് ഓർമ്മ വരുന്നത്. ശ്രുതിയുടെ കയ്യും പിടിച്ച് വനത്തിലൂടെ ഓടിയത്, അവളെ ഇറങ്ങി പുണർന്നത്, താലി ചാർത്തിയത്, അവളെ കാണാതായപ്പോൾ അലറിക്കരഞ്ഞത്, എല്ലാം അവന്റെ മനസ്സിൽ ഒരു വെള്ളിത്തിര പോലെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരുന്നു. ദേഷ്യത്താൽ അവന്റെ മുഖം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറന്നതും ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകളെല്ലാം രക്തവർണ്ണമായിരുന്നു. ഡാമിറ്റ്,
തന്റെ കൈ സ്വയം ചുമരിലെ ടൈൽസിൽ അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ ഇതിനെ അനുഭവിക്കും ശ്രുതി. ഇത്രയും കാലം ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇനി എനിക്കറിയേണ്ടത് നിന്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോഴേക്കും അവന്റെ മുഖമൊന്ന് വന്യതയാൽ തിളങ്ങി.